ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ഹെൽത്ത് അസസ്മെന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് 2-ലെ ആദ്യത്തെ ചാപ്റ്റർ യൂണിറ്റ് 1 ഹെൽത്ത് അസസ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഇൻട്രൊഡക്ഷൻ, അതിൽ കോമൺ ആയിട്ട് എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്ന മെത്തേഡ്സ് ഇൻ അല്ലെങ്കിൽ എന്താ ടെക്നിക്സ് ഓഫ് ഹെൽത്ത് അസസ്മെന്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിന്റെ ടൈപ്സും കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിന് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു ക്ലാസ് ഫുള്ളായിട്ട് നമ്മൾ നഴ്സിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എസ്സേ ടോപ്പിക്സുകളാണ്. അതും 5 മാർക്കിനായാലും 10 മാർക്കിനും ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നോക്കിക്കൊള്ളാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ ഹെൽത്ത് അസസ്മെന്റ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു, അതിന്റെ ഫസ്റ്റ് മെയിൻ പോർഷൻസ് എല്ലാം പഠിച്ചു. ഇനി അടുത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് നമ്മൾ ഹെൽത്ത് അസസ്മെന്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്നത്, അതായത് എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ആണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ അബ്നോർമാലിറ്റീസ് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ അതിനു മുമ്പ് നോർമൽ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ അതെവിടെയാണ് നിങ്ങൾ പഠിച്ചത്? അനാട്ടമി ആൻഡ് ഫിസിയോളജിയിൽ നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് പഠിച്ചവരാണെങ്കിൽ ഇവിടെ അബ്നോർമാലിറ്റീസ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു ഹെൽത്ത് അസസ്മെന്റ് സെക്കൻഡ് പാർട്ടിൽ നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത് കുറെ ടെർമിനോളജീസ് വരും. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയാലും 2 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ഈ ടെർമിനോളജീസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അതും കൂടെ നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് സജഷൻസ് ഒക്കെ എഴുതുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിച്ചോളുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പോർഷൻസ് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഓരോ ദിവസവും മിസ് ചെയ്യാതെ ഞാൻ ഓരോ ക്ലാസ്സുകളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് മെത്തേഡ്സ് എന്ന്. അപ്പം നമ്മുടെ ഈ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ജനറൽ അസസ്മെന്റ് ആണ്. ജനറൽ അസസ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പേഷ്യന്റിന്റെ ബോഡി മീൻസ് പേഷ്യന്റിന്റെ അപ്പിയറൻസ് എന്താണ്, പിന്നെ വൈറ്റൽ സയൻസ്, പ്രധാനമായിട്ട് വൈറ്റൽ സയൻസ്. അപ്പം വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ആയിട്ട് പോകേണ്ട, കാരണം വൈറ്റൽ സയൻസ് ഓൾറെഡി എസ്സേ ടോപ്പിക്സ് ആണ്. ഞാനത് ഓൾറെഡി ക്ലിയർ ആയിട്ട് 2-3 ക്ലാസ്സുകളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, BP എല്ലാം ക്ലിയർ ആയിട്ട് ഓരോ എസ്സേക്ക് കണക്കാക്കി, ഓരോ എസ്സേസിനും 5 മാർക്കിനും കണക്കാക്കി ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവന് വേണ്ട എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ. തെർമോമീറ്റർ വേണം ടെമ്പറേച്ചർ അളക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ പൾസിന് ചിലപ്പോൾ നോക്കാം, എപ്പിക്കൽ പൾസിലാണെങ്കിൽ നമുക്ക് സ്റ്റെതസ്കോപ്പ് വേണ്ടി വരും. ചിലപ്പോൾ ഹൈറ്റും വെയിറ്റും ഒക്കെ, ജനറൽ അപ്പിയറൻസ് ഒക്കെ നോക്കാൻ വേണ്ടി, ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ മെഷർമെന്റ് സ്കെയിലുകളും വെയിങ് മെഷീനും ഒക്കെ വേണ്ടി. അപ്പോൾ അതുപോലെയുള്ള ചില ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് വേണം. വൈറ്റൽ സയൻസിന്റെ ഒക്കെ നോട്ട്സ് ആണിത്. ഓൾറെഡി നമ്മളിത് പഠിച്ചത് കൊണ്ട് ഞാൻ ഇവിടെ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ BP. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് നമ്മുടെ അസസ്മെന്റ്, ബാക്കി അസസ്മെന്റ് ചെയ്യാൻ വേറെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണമെന്നുള്ളത്. എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് വേണം? നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് വേണം. നമുക്ക് അതിന് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇവിടെ പറയാം. ഒന്ന്, പ്രധാനപ്പെട്ട ഐ എക്സാമിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒഫ്താൽമോസ്കോപ്പ് വേണം. ഓക്കെ, എന്താണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന്? ഇറ്റ്സ് എ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ്, ലൈറ്റൻഡ് ഇൻസ്ട്രുമെന്റ് ഫോർ വിഷ്വലൈസേഷൻ ഓഫ് ദ ഐ. കണ്ണിനകം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ, കണ്ണിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ലൈറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഒഫ്താൽമോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഒട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്? ഒട്ടോസ്കോപ്പ് ഫോർ ദ എക്സാമിനേഷൻ ഓഫ് ഇയർ. ഓക്കെ, നമ്മുടെ ചെവി, ഇയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും വാക്സ് ഒബ്സ്ട്രക്ഷനോ, എന്തെങ്കിലും ഇൻഫെക്ഷനോ, എന്തെങ്കിലും ബ്ലീഡിങ്ങോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്തോ അതൊക്കെ ഉണ്ടോ എന്ന്, ഇയറിനകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി, ജസ്റ്റ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഒട്ടോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്നെല്ലൻ ചാർട്ട് അല്ലെങ്കിൽ സ്നെല്ലൻ ഐ ചാർട്ട് എന്ന് പറയുന്നത്? അതൊരു പേപ്പറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില ഹോസ്പിറ്റലുകളൊക്കെ EAB എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങൾ എഴുതി ഡോട്ട് വെച്ചിരിക്കുന്നത്, സിമ്പിൾസ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ ചാർട്ടിനെയാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത്, സ്നെല്ലൻ ഐ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മുടെ വിഷൻ, കാഴ്ചശക്തി ടെസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സ്ക്രീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാർട്ടാണ് സ്നെല്ലൻ ഐ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നാസൽ സ്പെക്കുലം, അതായത് നമ്മുടെ മൂക്കിനകത്ത്, നോസിനകത്ത് എന്തെങ്കിലും ഗ്രോത്തോ ഒബ്സ്ട്രക്ഷനോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അറിയാൻ വേണ്ടി ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നാസൽ സ്പെക്കുലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെജൈന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് വെജൈനൽ സ്പെക്കുലം, എക്സാമിനേഷൻ ഓഫ് വെജൈന ആൻഡ് സെർവിക്സ്. നെക്സ്റ്റ്, പിന്നെ നമ്മുടെ ഹിയറിംഗ്
ഹിയറിംഗ് കപ്പാസിറ്റി അറിയാൻ വേണ്ടി നോക്കുന്ന മറ്റൊരു ഇൻസ്ട്രുമെന്റ് ആണ്, മറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ട്യൂണിംഗ് ഫോർക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓഡിറ്ററി ഫംഗ്ഷൻസ്, വൈബ്രേറ്ററി പെർസെപ്ഷൻ, കണ്ടക്റ്റീവ് ലോസോ, എയർ കണ്ടക്റ്റീവ് ലോസ് ഒക്കെ ഉണ്ട്, ബോൺ കണ്ടക്ഷൻ ആണോ എയർ കണ്ടക്ഷൻ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി, അത് നോർമൽ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യുന്നതാണ് ട്യൂണിംഗ് ഫോർക്ക്. പിന്നെ നമ്മുടെ റിഫ്ലക്സസ് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പെർക്കഷൻ ഹാമർ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ട ഇൻസ്ട്രുമെന്റ്സ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് നമുക്ക് അത്യാവശ്യം ഹെൽത്ത് അസസ്മെന്റ് വേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഒഫ്താൽമോസ്കോപ്പ്, സെക്കൻഡ് വൺ ഓട്ടോസ്കോപ്പ്, തേർഡ് വൺ സ്നെല്ലൻ ഐ ചാർട്ട്, ഫോർത്ത് വൺ നാസൽ സ്പെക്കുലം, ഫിഫ്ത്ത് വൺ വെജൈനൽ സ്പെക്കുലം, സിക്സ്ത് വൺ ട്യൂണിംഗ് ഫോർക്ക് ആൻഡ് സെവൻത് വൺ ഈസ് പെർക്കഷൻ ഹാമർ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ്. ഇതല്ലാതെ നമുക്ക് പല ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. തെർമോമീറ്റർ ഉപയോഗിക്കുന്നുണ്ട്, ടങ് ഡിപ്രസർ ഉപയോഗിക്കുന്നുണ്ട്, കിഡ്നി ട്രേ ഉപയോഗിക്കുന്നുണ്ട്, കോട്ടൺസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല ചെറിയ ചെറിയ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ചിലപ്പോൾ ചോദിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എല്ലാം പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കാം. കാരണം നമുക്ക് ചില കണ്ണിൻ്റെ റിഫ്ലക്സസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ലൈറ്റ് അല്ലെങ്കിൽ പെൻ ലൈറ്റ് വേണം. പിന്നെ ലാരിഞ്ചിയൽ മോണിറ്ററിന് ഡെന്റൽ മിറർ വേണം, ചില വായിക്കകത്തൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നാസൽ സ്പെക്കുലം, ഒഫ്താൽമോസ്കോപ്പ്, ഒട്ടോസ്കോപ്പ്, പെർക്കഷൻ ഹാമർ. കണ്ടോ പെർക്കഷൻ ഹാമർ? ഇതൊക്കെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പിക്ചർ ഒന്ന് കണ്ടോളണേ. നെക്സ്റ്റ് ട്യൂണിംഗ് ഫോർക്ക്, വെജൈനൽ സ്പെക്കുലം, പിന്നെ കോട്ടൺ ആപ്ലിക്കേഷൻസ്. നമുക്ക് സെക്രീഷൻസ് ഒക്കെ എന്തൊക്കെയാണ് എടുക്കാൻ വേണ്ടി സ്പെസിമെൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ ആപ്ലിക്കേറ്റേഴ്സ് ഉണ്ട്. ഡിസ്പോസിബിൾ പാഡുകളുണ്ട്, ലിക്വിഡ്സ് ഒക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടി ഡിസ്പോസിബിൾ പാഡുകളുണ്ട്. ഗ്ലൗസ് ഉണ്ട്, ലൂബ്രിക്കൻസ് ഉണ്ട്, ടങ് ബ്ലേഡ്സ് അല്ലെങ്കിൽ ടങ് ഡിപ്രസർ ഉണ്ട്. ഇതുപോലെ പല ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ഈ ഒരു ഹെൽത്ത് അസസ്മെന്റിന് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. എന്തൊക്കെ പൊസിഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോൾ ഹെൽത്ത് അസസ്മെന്റിന് എന്തൊക്കെ പൊസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് ഒരേ പൊസിഷനിൽ നമുക്ക് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓരോ ഭാഗത്തിനനുസരിച്ച് പലതരത്തിലുള്ള പൊസിഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം അത് വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പൊസിഷൻസ് യൂസ്ഡ് ഇൻ ഹെൽത്ത് അസസ്മെന്റ് അല്ലെങ്കിൽ പൊസിഷൻ യൂസ്ഡ് ഇൻ ഫിസിക്കൽ എക്സാമിനേഷൻ. ഈച്ച് പൊസിഷൻ ഹാസ് ഇറ്റ്സ് സ്പെഷ്യാലിറ്റി ഫോർ ഇറ്റ്സ് പാർട്ട് ഓഫ് എക്സാമിനേഷൻ. അത് ഏത് പാർട്ടാണ്, നമ്മുടെ ശരീരത്തിന്റെ ഏത് പാർട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത് എന്നതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്, പൊസിഷൻ കൊടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ സിറ്റിംഗ് പൊസിഷൻ. ആദ്യം നമ്മൾ പേഷ്യന്റ് എന്ത് വരുന്നു, ഇരുത്തിക്കൊണ്ട് നമ്മൾ അത്യാവശ്യം ഏതൊക്കെ പോർഷൻസ് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അസസ് ചെയ്യും. ഏതൊക്കെ ഏരിയാസ് ആണ് നമുക്ക് സിറ്റിംഗ് പൊസിഷനിൽ അസസ് ചെയ്യാൻ പറ്റുന്നത്? ഹെഡ് ആൻഡ് നെക്ക്, ബാക്ക്, posterior thorax, lungs, anterior thorax and lungs, breast, axillary region, heart, vital signs, upper extremity assessment. ഇതെല്ലാം നമുക്ക് പേഷ്യന്റ് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഗിവ് സിറ്റിംഗ് പൊസിഷൻ ടു അസസ് ദീസ് ഏരിയാസ്. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വൺ, rational. Sitting upright provides ഫുൾ എക്സ്പാൻഷൻ ഓഫ് ലങ്സ്. അപ്പോൾ ഈ നേരെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ സിറ്റിംഗ് പൊസിഷൻ തന്നെ കൊടുത്ത് ഈ ഒരു അസസ്മെന്റ് നടത്തുന്നത്? കാരണം ഇരിക്കുന്ന സമയത്ത് നമുക്ക് ലങ്സിന്റെ ഫുൾ എക്സ്പാൻഷൻ കിട്ടും. ക്ലിയർ ആയിട്ട് നമുക്ക് രണ്ട് സൈഡും, റൈറ്റ് ലങ്സും ചെസ്റ്റ് ലങ്സും, ലെഫ്റ്റ് ലങ്സും റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും അതുപോലെ രണ്ടും സിമെട്രിക്കൽ ആയിട്ടുള്ള പാർട്സുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും ഈസി ആയിട്ട് നമുക്ക് അസസ് ചെയ്യാനും പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സിറ്റിംഗ് പൊസിഷൻ കൊടുക്കുന്നത്. ഫിസിക്കലി വീക്കൻഡ് ക്ലയന്റ് മേ ബി unable to sit. Examiner should use supine position with head of bed elevated inside. ചിലപ്പോൾ ഇരിക്കാൻ പറ്റാത്ത ഫിസിക്കലി എന്തെങ്കിലും ഡാമേജ് ഉള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വീക്ക്നെസ് ഉള്ള പേഷ്യൻ്റ് ആകുമ്പോൾ നമുക്ക് അവിടെ ചിലപ്പോൾ ഇരുത്തി നോക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ സുപ്പൈൻ പൊസിഷനിലോട്ട് കിടത്തിയിട്ടായിരിക്കും അസസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് പൊസിഷൻ, സുപ്പൈൻ പൊസിഷൻ. ഏതൊക്കെ പോർഷൻസ് ആണ് നമ്മുടെ ബോഡിയിൽ, ഏതൊക്കെ പോർഷൻസ് ആയിരിക്കും നമുക്ക് സുപ്പൈൻ പൊസിഷനിൽ അസസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആകുന്നത്? നമ്മളിപ്പോൾ ഈ സിറ്റിംഗ് പൊസിഷൻ അസസ് ചെയ്ത എല്ലാ പോർഷൻസും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡ് പോയിട്ട് ബാക്കിയല്ല, ഫ്രണ്ട് സൈഡുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ പറ്റും അല്ലേ? ഹെഡ് ആൻഡ് നെക്ക്, ആൻറ്റീരിയർ തൊറാക്സ് ആൻഡ് ലങ്സ്, ബ്രസ്റ്റ്, ആക്സില്, ഹാർട്ട്, അബ്ഡോമിൻ, എക്സ്ട്രിമിറ്റീസ് ആൻഡ് പൾസ് ഏരിയാസ്, ഇതെല്ലാം നമുക്ക് സുപ്പൈൻ പൊസിഷനിൽ അസസ് ചെയ്യാൻ പറ്റുന്നതാണ്. This is most normally a relaxed position. It prevents contracture of abdominal muscles and provide easy access to pulse ആയിട്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് നമുക്ക് പൾസ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേഷ്യന്റ് കുറച്ചുകൂടി ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു പൊസിഷനും കൂടിയാണ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. അതുപോലെ എന്നാൽ ഈ സുപ്പൈൻ പൊസിഷൻ നമുക്ക് ചില പേഷ്യൻസ് അത്രയും കൂടുതൽ സമയം നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഏത് പേഷ്യൻസിനാണ്? പേഷ്യൻസ് ഹാവ് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഓർ ഡിസ്നിയ.
ഓക്കെ, ഡിസ്നിയ ഉള്ള പേഷ്യൻസ് നമുക്ക് ഈ ഒരു സുപ്പൈൻ പൊസിഷൻ കൊടുക്കാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത്. ചിലപ്പോൾ പ്രൊലോങ് ടൈം കൊടുക്കാൻ പറ്റത്തില്ല, മീൻസ് ഒരു ലോങ് ടൈം കൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഈ ഒരു ഹെഡ് എൻഡ് വന്ന് നമുക്ക് കുറച്ച് ഒന്ന് ഹൈറ്റ് റേസ് ചെയ്ത് ഹെഡ് ഓഫ് ദ ബെഡ് ഷുഡ് ബി റേസ്ഡ്, സംഹൗ ഇറ്റ് ഷുഡ് ബി റേസ്ഡ്, ആ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് മറ്റൊരു പ്രത്യേകത. ഇനി മൂന്നാമത്തെ പൊസിഷനാണ് ഡോർസൽ പൊസിഷൻ എന്ന് പറയുന്നത്. ഡോർസൽ പൊസിഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഓർമ്മിച്ചുള്ള പൊസിഷന്റെ ക്ലാസ് ഞാൻ ഓൾറെഡി ഫണ്ടമെന്റൽസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പൊസിഷൻസും അതിന്റെ ഡീറ്റെയിൽസും ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് നോക്കാം. ഇൻ ഡോർസൽ പൊസിഷനിൽ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് അസസ് ചെയ്യാൻ പറ്റുക? ഹെഡ് ആൻഡ് നെക്ക്, ആന്റീരിയർ തൊറാക്സ് ആൻഡ് ലങ്സ്, ബ്രസ്റ്റ്, ആക്സില്, ഹാർട്ട്, ഇതെല്ലാം നമുക്ക് ഡോർസൽ പൊസിഷനിൽ അസസ് ചെയ്യാൻ പറ്റും. ക്ലയൻസ് വിത്ത് പെയിൻഫുൾ ഡിസോർഡേഴ്സ് ആർ മോർ കംഫർട്ടബിൾ വിത്ത് നീസ് ഫ്ലെക്സ്ഡ്. ഓക്കെ, കാരണം ചിലപ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പേഷ്യൻസ് എങ്ങനെയൊക്കെ ആണെങ്കിൽ അവർക്ക് കുറച്ചൊരു കാലൊന്ന് നീസ് ഒന്ന് ബെൻഡ് ചെയ്ത് വെക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് ചിലപ്പോൾ തോന്നും. പക്ഷേ ഈ പൊസിഷൻ നമുക്ക് അബ്ഡോമിനൽ അസസ്മെന്റിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമുക്ക് അവിടെ ഡോർസൽ പൊസിഷൻ ആകുമ്പോൾ നമുക്ക് അബ്ഡോമിനൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് വൺ, ലിത്തോട്ടമി പൊസിഷൻ. ലിത്തോട്ടമി പൊസിഷൻ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഫീമെയിൽ ജെനിറ്റാലിയ ആൻഡ് ജെനിറ്റൽ ട്രാക്ട് വിഷ്വലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിത്തോട്ടമി പൊസിഷൻസ് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടോ 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടോ ഒക്കെ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലിത്തോട്ടമി പൊസിഷൻ. അതിന്റെ പർപ്പസ്, അതിന്റെ ഡിസ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ലിത്തോട്ടമി പൊസിഷൻ ആൻഡ് സിംസ് പൊസിഷൻ, അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, ദിസ് പൊസിഷൻ പ്രൊവൈഡ്സ് മാക്സിമൽ എക്സ്പോഷർ ഓഫ് ജെനിറ്റാലിയ ആൻഡ് ഫെസിലിറ്റേറ്റ്സ് ഇൻസർഷൻ ഓഫ് വെജൈനൽ സ്പെക്കുലം. ലിത്തോട്ടമി പൊസിഷൻ ആവുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ജെനിറ്റാലിയ വിഷ്വലൈസ് ചെയ്യാനും എക്സ്പോസ് ചെയ്യാനും, ഒപ്പം തന്നെ നമുക്ക് വെജൈനൽ സ്പെക്കുലം നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് അത് ക്ലിയർ ആയിട്ട് അറിയാനും പറ്റുന്നു, കാണാനും, നമുക്ക് അത് ഇൻസ്പെക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ എന്താ പറയുക, വെജൈനൽ സ്പെക്കുലം വഴി നമുക്ക് എക്സാമിൻ ചെയ്യാനും, ക്ലിയർ ആയിട്ട് എക്സാമിൻ ചെയ്യാനും പറ്റുന്നു. നെക്സ്റ്റ്, ഇനി എന്തൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻസ് ലിത്തോട്ടമി പൊസിഷൻസ്? ഇറ്റ് ഈസ് എംബറാസിങ് ആൻഡ് അൺകംഫർട്ടബിൾ. കാരണം പേഷ്യൻസ് ആരും സ്വയം പ്രൈവറ്റ് പാർട്സ് ഒന്നും എക്സ്പോസ് ചെയ്യാൻ താല്പര്യപ്പെടാത്ത ആൾക്കാരാണ്, അല്ലെ. അപ്പോൾ എന്താണ്, നമുക്കൊരു അൺകംഫർട്ടബിൾ, നമുക്കൊരു പ്രൈവസി നഷ്ടപ്പെടുന്നത് പോലെ നമുക്കൊരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാകും. ഓക്കെ, ക്ലയൻസ് വിത്ത്, അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പേഷ്യന്റ് കവർ ചെയ്ത് മാക്സിമം പ്രൈവസി കൊടുത്തു വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടി, പൊസിഷൻ കൊടുക്കാൻ വേണ്ടി. നെക്സ്റ്റ്, സിംസ് പൊസിഷൻ. സിംസ് പൊസിഷൻ ഒക്കെ എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെക്ടം അസസ് ചെയ്യാൻ അല്ലെങ്കിൽ വിജൈന അസസ് ചെയ്യാനൊക്കെ സിംസ് പൊസിഷനും സഹായിക്കുന്നു. ഫ്ലെക്ഷൻ ഓഫ് ഹിപ്പ് ആൻഡ് നീ ഇംപ്രൂവ്സ് എക്സ്പോഷർ ഓഫ് റെക്ടൽ ഏരിയ ഈസി ആയിട്ട് കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു സിംസ് പൊസിഷൻ ക്ലിയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ നീ പ്രോബ്ലംസോ ഹിപ്പ് പ്രോബ്ലംസോ എന്തെങ്കിലും ഉള്ളവരാണെങ്കിൽ, ഹിപ്പ് ബെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ നീ ബെൻഡ് ചെയ്യാനോ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമുക്ക് സിംസ് പൊസിഷൻ അത്രയും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് പൊസിഷൻ, പ്രോൺ പൊസിഷൻ. എപ്പോഴാണ് പ്രോൺ പൊസിഷൻ നമ്മൾ ഹെൽത്ത് അസസ്മെന്റിൽ യൂസ് ചെയ്യുന്നത്? ബാക്ക് സൈഡ് ഓഫ് ദ ബോഡി, അതായത് പേഷ്യന്റ് കമിഴ്ന്ന് കിടക്കുകയാണ്, അല്ലെ. അപ്പൊ നമുക്ക് പേഷ്യന്റ് ബാക്ക് സൈഡ് ഓഫ് ദ ബോഡിയിൽ എന്തെങ്കിലും അസസ് ചെയ്യാനുണ്ടെങ്കിൽ അത് അസസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പൊസിഷനാണ് പ്രോൺ പൊസിഷൻ. അപ്പൊ നമുക്ക് റെസ്പിറേറ്ററി ഡിഫിക്കൽട്ടീസ് ഒക്കെ ഉള്ള പേഷ്യൻസ് നമുക്ക് ഈ ഒരു പൊസിഷൻ കൊടുക്കാൻ പറ്റത്തില്ല, കാരണം അവർക്ക് ബ്രീത്ത് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും കമിഴ്ന്ന് കിടക്കുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പൊസിഷൻ നീ ചെസ്റ്റ് പൊസിഷൻ ആണ്. മെയിൻ ആയിട്ട് നീ ചെസ്റ്റ് പൊസിഷൻ ഇപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ ഉള്ള പൊസിഷൻ. അപ്പോൾ നീ ചെസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ റെക്റ്റം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി, ഇവിടെ പേഷ്യന്റ് ഹെഡ്, ഇവിടെ കാലുമുട്ട് ഒക്കെ എന്നുള്ള രീതിയിലാണ് ഇങ്ങനെ വരുന്നതാണ്. അപ്പൊ റെക്റ്റം നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് നീ ചെസ്റ്റ് പൊസിഷൻ. റെക്ടൽ ഏരിയ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതും ഇതുപോലെയാണ്, അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനും കൂടെ ആണ്. പക്ഷെ അത് ഇൻഡിക്കേഷൻ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പൊസിഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പൊസിഷൻസ് തന്നെ ഇവിടെ ഈ ഒരു ചാർട്ടിനകത്ത് വീണ്ടും കുറച്ചുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിംസ്, പ്രോണ്, സിറ്റിങ്, സുപ്പൈന്, ഡോർസൽ ഡെക്രമെന്റ്, ഓരോന്നും പിക്ചേഴ്സും അതിന്റെ ഏരിയാസും കോഷൻസും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ് ജസ്റ്റ് വായിച്ചു നോക്കുക. അല്ലാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വായിച്ചാലും മതി. എന്ത് തന്നെയാലും ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഓക്കെ, പോസ് ചെയ്ത് ജസ്റ്റ് വായിച്ചു നോക്കാം പറ്റിയാൽ. നെക്സ്റ്റ് നമ്മൾ ഓരോ പാർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ ആദ്യം ഇപ്പോൾ നമ്മൾ വൈറ്റൽ സയൻസും ജനറൽ അസസ്മെന്റും, അതായത് പേഷ്യന്റ് പൊതുവെയുള്ള അപ്പിയറൻസ് നമ്മൾ നോക്കുന്നു. അത് കഴിഞ്ഞ് വൈറ്റൽ സയൻസ് പറഞ്ഞു, പിന്നെ എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറയും, പിന്നെ പൊസിഷൻസും ആണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് അടുത്തതാണ് അസസ്മെന്റ് ഓഫ് സ്കിൻ
ഹെയർ ആൻഡ് നെയിൽ. നമ്മൾ ഇനി ഇങ്ങനെ ഓരോ ഹെഡിങ്സ് ആണ് പഠിക്കുക. അപ്പോൾ നമ്മളിത് ആദ്യം പഠിക്കുന്നത് സ്കിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അടുത്ത ഹെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അടുത്ത നെയിലിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഇന്റർകമെന്ററി സിസ്റ്റം അല്ലെങ്കിൽ സ്കിൻ. സ്കിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നത് നോക്കാം. The skin is the largest organ of the body, comprising of 15% of total body weight. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗൻ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് സ്കിന്നാണ്. ഇന്റേണൽ ഓർഗൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിവർ ആണ്. പക്ഷെ ഏറ്റവും വലിയ ഓർഗൻ ഏതെന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്കിന്നാണ്. കാരണം ഏറ്റവും വലുതാണല്ലേ, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വലുത് സ്കിന്നാണ്. ശരീരം മുഴുവനായിട്ട് കവർ ചെയ്തിരിക്കുന്നത് സ്കിന്നാണ്. പിന്നെ അപ്പൊ അതിന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് ടോട്ടൽ നമ്മുടെ ബോഡി വെയിറ്റിന്റെ 15% വെയിറ്റ്, അതായത് 100 കിലോ ഉണ്ടെങ്കിൽ ഒരാളുടെ വെയിറ്റ് ആണെങ്കിൽ അതിന്റെ 15 കിലോ എന്ന് പറയുന്നത് സ്കിന്നിന്റെ വെയിറ്റ് ആണ്. ഇനി സ്കിന്നിന്റെ ലെയേഴ്സിനെ കുറിച്ചൊക്കെ അറിയാം. ഞാൻ ഇവിടെ എല്ലാത്തിലും നോർമൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് അനാട്ടമി ഫിസിയോളജി ഓൾറെഡി പഠിച്ചവരാണ്. നിങ്ങൾക്ക് അസസ്മെന്റിനകത്ത് വരുമ്പോൾ നോർമൽ അനാട്ടമി ഫിസിയോളജി അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, പോസ് ചെയ്ത് വേണമെങ്കിൽ ഇത് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ലെയേഴ്സ് ഓഫ് ദ സ്കിൻ, എന്തൊക്കെ ലെയേഴ്സ് ആണ് കാണപ്പെടുന്നത്? സ്കിന്നിന് 3 ലെയേഴ്സ് ഉണ്ട്. എപ്പിഡെർമിസ് ഉണ്ട്, ഡെർമിസ് ഉണ്ട്, സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏറ്റവും പുറമേയുള്ള സർഫസിൽ എപ്പിഡെർമൽ അപ്പൻഡേജസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഹെയർ ഉണ്ട്, നെയിൽ ഉണ്ട്, ഗ്ലാൻഡ് ഉണ്ട്. ഗ്ലാൻഡ് തന്നെ സ്കിന്നിന്റെ 2 ടൈപ്പ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്സും ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ്സും ഉണ്ട് അല്ലെ? സ്വെറ്റ് ഗ്ലാൻഡ്സും സെബേഷ്യസ് ഗ്ലാൻഡ്സും ഉണ്ട്. സ്വെറ്റ് ഗ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ എക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്സ് ഉണ്ട്, എപ്പോക്രൈൻ സ്വെറ്റ് ഗ്ലാൻഡ്സ്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ അനാട്ടമി ഫിസിയോളജി കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ സീബം പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബേഷ്യസ് ഗ്ലാൻഡ്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നോർമൽ സ്കിന്നിന്റെ സ്ട്രക്ചർ. ഓക്കെ, അതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? സ്കിന്നിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? അനാട്ടമി ഫിസിയോളജിക്ക് അത് പഠിച്ചതാണ്, അറിയായിരിക്കും. ഓക്കെ, ഇനി അസസ്മെന്റിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ആയിരിക്കും സബ്ജക്റ്റീവ് ഡേറ്റയിൽ പേഷ്യന്റ് പറയാൻ ചാൻസ് ഉള്ളത്? സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടായോ, റാഷസ് എന്തെങ്കിലും കണ്ടോ, ലീഷൻസ് എന്തെങ്കിലും കണ്ടോ, ഇച്ചിങ് എന്തെങ്കിലും ഉണ്ടായോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്സോ വെതറോ ഡ്രഗ് ഫാക്ടർ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ സ്കിൻ കളറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നോ, ലീഷൻസ് ഉണ്ടായിരുന്നു, എമൗണ്ട് സൂര്യപ്രകാശത്തിന് വളരെ കൂടുതലായിട്ട് പതിവില്ലാതെ ഭയങ്കരമായിട്ടുള്ള സൂര്യപ്രകാശം സൺലൈറ്റ് എക്സ്പോഷർ ആയോ, അതുപോലെ തന്നെ എന്താ ടെക്സ്ചർ, നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ എന്താണ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ഹെയർ ലോസ് എന്തെങ്കിലും ഉണ്ടായോ, പിന്നെ നഖത്തിന്റെ ക്യൂട്ടിക്കിൾസിന് എന്തെങ്കിലും ബ്രേക്ക് ഡൗണോ അല്ലെങ്കിൽ ചേഞ്ചസോ പെയിനോ കളർ ചേഞ്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളവിടെ കളക്ട് ചെയ്യും. പിന്നെ ആർ യു ഹാവിങ് എക്സ്പീരിയൻസ് ഓഫ് സ്കിൻ പ്രോബ്ലംസ്, അതൊക്കെ നമ്മൾ എന്തൊക്കെ ചോദിക്കേണ്ടത്? നമ്മൾ പിന്നീട് ചോദിക്കുന്നത് എന്തെങ്കിലും ബർത്ത് മാർക്കോ ടാറ്റു മോൾ ഇതുവല്ലോ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. പിന്നെ എന്തെങ്കിലും വേദനയോ പ്രഷറോ ലൈറ്റ് ടച്ച് ടെമ്പറേച്ചർ ചേഞ്ച് അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ ഹെയർ ലോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ അപ്പിയറൻസ് ഓഫ് നെയിലിൽ കളർ ചേഞ്ച് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഓക്കെ, മുന്നേ എന്തെങ്കിലും, ഇപ്പോഴല്ല മുന്നേ എന്തെങ്കിലും പാസ്റ്റ് ഹിസ്റ്ററി എന്തെങ്കിലും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെയിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പാസ്റ്റ് പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചോദിക്കണം. അതുപോലെ എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ്, ഫുഡ് അലർജിയോ മെഡിക്കേഷൻ അലർജിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോട് പ്ലാന്റ്സിനോടുള്ള അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചോദിക്കണം. ഫാമിലി ഹിസ്റ്ററി, ഫാമിലിയിൽ ആർക്കെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് ചോദിക്കണം. പിന്നെ ഫിസിക്കൽ അസസ്മെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് പെൻ ലൈറ്റ്, ടങ് ഡിപ്രസർ, പിന്നെ സെന്റിമീറ്റർ റൂള്, ഗ്ലൗസ്, മാഗ്നിഫൈങ് ഗ്ലാസ് ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഇൻസ്പെക്ഷനും പാൽപേഷനും എന്നുള്ള ടെക്നിക്സ് വഴിയാണ് നമ്മൾ സ്കിൻ അസസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ നോക്കും? നോർമൽ കളറാണോ, നോർമൽ മോയ്സ്ചർ ആണോ, സ്കിന്നിന് നോർമൽ ടെമ്പറേച്ചർ ആണോ, സ്കിൻ നോർമൽ തിക്നെസ് ഉണ്ടോ, ടർഗർ എങ്ങനെയാണ്, വാസ്കുലാർ ചേഞ്ചസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എഡിമ എന്തെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ ലീഷൻസ് എന്തെങ്കിലും കണ്ടോ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്പെക്ഷനിലൂടെയും പാൽപേഷനിലൂടെയും കണ്ടുപിടിക്കണം. അതിനൊപ്പം തന്നെ സ്കിൻ ഓർഡർ, സ്കിന്നിന്റെ മടക്കുകൾ, സ്കിൻ ഫോൾഡിങ്സിന്റെ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും സ്മെല്ലിന് വ്യത്യാസം എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നോക്കണം. ഓക്കെ, ഇൻസ്പെക്ഷൻ ഓഫ് ദ കളർ വേരിയസ് ഫ്രം ബോഡി പാർട്സ്. ഓരോ ഭാഗത്ത് ശരീരത്തിന്റെ ഓരോ ബോഡി പാർട്സിനും ഓരോ തരത്തിലുള്ള കളറാണ് അല്ലെ? അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ നോക്കുന്നത് പാം ഓഫ് ദ ഹാൻഡ് ആണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നെ പാലർ അനീമിയ ഉള്ള പേഷ്യൻസിനൊക്കെ വരുന്നതാണ്. പാലർ ഈസിലി പേഴ്സിലും ബക്കൽ മ്യൂക്കസ്, വായുടെ അകത്തൊക്കെ പാലർ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് ഈസി ആയിട്ട് അനീമിയ ഉള്ള പേഷ്യൻസിനൊക്കെ അറിയാൻ പറ്റും. പിന്നെ സൈനോസിസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലിപ്സിലും നെയിൽ ബഡിലും കണ്ണിന്റെ കൺജങ്ക്റ്റീവിലും പാമിലും ഒക്കെ നമുക്ക് ബ്ലൂയിഷ് ഡിസ്കളറേഷനോടെ
നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ജോണ്ടിസ് അല്ലെങ്കിൽ എന്താ യെല്ലോ കളർസ് എന്തെങ്കിലും കണ്ണിൻ്റെ സ്ക്ലീറയിൽ ഉണ്ടെങ്കിൽ അതറിയാൻ പറ്റും. പിന്നെ എന്തെങ്കിലും സർക്കുലേറ്ററി ചേഞ്ചസ് കണ്ടെങ്കിൽ എരിത്മ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ സ്കിൻ അസസ്മെന്റിൽ നമ്മൾ നോക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും പാലർ എന്ന് പറയുമ്പോൾ എന്താണ്, സൈനോസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, എരിത്മ എന്നുള്ള ചുവന്ന് തടിച്ച അല്ലെ, ജോണ്ടിസ് എന്ന് പറയുമ്പോൾ കണ്ണിന്റെ സ്ക്ലീറ മഞ്ഞ കളറാവുക. ഇതിൽ ഏതെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതെല്ലാം സ്കിൻ അസസ്മെന്റിനകത്ത് വരുന്നതാണ്. ഒപ്പം തന്നെ പൽപേഷൻ മോയ്സ്ചർ ഓഫ് സ്കിൻ, അതായത് സ്കിൻ സ്മൂത്ത് ആൻഡ് ഡ്രൈയും ആണോ, സ്കിൻ ഫോൾഡിങ്സ് ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ലീഷൻസോ ഊസിങ് ഫ്ലൂയിഡ് ഊസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഇൻഫെക്ഷൻ ഡ്രെയിനേജ് എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നോക്കണം. പിന്നെ മോയ്സ്ചർ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈ ആണോ ഓയിലി ആണോ എന്നൊക്കെ നോക്കുക. അതായത് ഡ്രൈ ആണെങ്കിൽ ചിലപ്പോൾ അത് വിറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന സിറോസിസ് ആകാൻ ചാൻസ് ഉണ്ട്. ഡ്രൈ ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ വിറ്റാമിൻ എ ഡെഫിഷ്യൻസി കാരണമുള്ള സിറോസിസോ അല്ലെങ്കിൽ മിക്സഡിമയോ ഒക്കെ ആണെങ്കിൽ അവിടെ എന്താവും, സ്കിൻ ഡ്രൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഓയിലി ആണെങ്കിൽ അവിടെ ആഗ്നി, പിമ്പിൾ അല്ലെങ്കിൽ ആഗ്നി ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ്, നമുക്ക് സ്കിന്നിന്റെ ഹൈഡ്രേഷൻ, ആ വ്യക്തിയുടെ ഹൈഡ്രേഷൻ സ്റ്റാറ്റസ്, ഡീഹൈഡ്രേഷനുള്ള റിസ്ക് ഉണ്ടോ അല്ലെങ്കിൽ നോർമൽ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണോ എന്നുള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മോയ്സ്ചർ ചെക്ക് ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അപ്പം ഇതെല്ലാം കൂടെ നിങ്ങൾ എക്സാമിന് എഴുതാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡി അസസ്മെന്റും ചോദിക്കത്തില്ല. പകരം ഇങ്ങനെ പറയുകയാണ്, സ്കിന്നിന്റെ ഹെൽത്ത് അസസ്മെന്റ് ചെയ്തപ്പോൾ നമ്മുടെ മോയ്സ്ചർ നോക്കിയപ്പോൾ ഡ്രൈ ആയിരുന്നു എങ്കിൽ അവിടെ ഏത് വിറ്റാമിൻ്റെ ഡെഫിഷ്യൻസിയാണ് നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഓർക്കുക, അത് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി കാരണം സെറോസിസ് എന്നുള്ള ഡ്രൈ സെറോസിസ് ഉള്ള പേഷ്യൻസിനാണ് എന്തുണ്ടാകുന്നത്, സെറോസിസ് ഉള്ള പേഷ്യൻസിനാണ് ഈ ഒരു ഡ്രൈ സ്കിന്ന് ഡെവലപ്പ് ചെയ്യുന്നത് മനസ്സിലാക്കുക. അല്ലെങ്കിൽ മിക്സഡിമ ഉള്ള പേഷ്യൻസിന് ഹോർമോണൽ അല്ലെങ്കിൽ എൻഡോക്രൈൻ ഡിസോർഡർ ആയിട്ടുള്ള എന്താ മിക്സഡിമ ഉള്ള പേഷ്യൻസിനാണെങ്കിൽ അവിടെ നിന്ന് ഡ്രൈ സ്കിൻ ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ഒൺവേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള. അല്ലെങ്കിൽ സ്കിൻ അസസ്മെന്റ്, സ്കിൻ ഹെൽത്ത് അസസ്മെന്റിൽ സ്കിൻ അസസ്മെന്റ് എന്താ, അപ്പൊ സ്കിൻ എന്താണ്, അതിന്റെ ലെയർ എന്തൊക്കെയാണ്, അതിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്, അലർജി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ടെക്സ്ചർ എന്താണ്, മോയ്സ്ചർ എങ്ങനെയാണ്, ടർഗർ എങ്ങനെയാണ്, റെഡ്നെസ്സോ പൈൽമയോ പാലറോ അല്ലെങ്കിൽ സൈനോസിസോ ജോണ്ടിസോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും. ഡ്രൈ ആണോ ഓയിലി ആണോ എന്ന് നോക്കും. സ്കിൻ ഫോൾഡിങ്സ് എല്ലാം അസസ് ചെയ്യുന്നു. ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഡ്രെയിനേജോ അല്ലെങ്കിൽ ഫ്ലൂയിഡ് യൂസിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്കിൻ അസസ്മെന്റിനകത്ത് നോക്കുന്നു. പിന്നെ നമ്മൾ നോക്കുന്ന സ്കിന്നിൽ നോക്കുന്ന ടെമ്പറേച്ചർ നോക്കാറുണ്ട് അല്ലെ. നമുക്ക് ആ ഒരു നോർമൽ മെറ്റബോളിക് റിയാക്ഷൻസ് എല്ലാം നടക്കുന്ന നോർമൽ സർക്കുലേഷൻ ഒക്കെ ഉള്ള സ്കിൻ ആകുമ്പോൾ നോർമൽ ഒരു ബോഡി ടെമ്പറേച്ചർ അവിടെ കാണും. അത് ഹീറ്റ് ലോസ് കുറഞ്ഞ് ശരീരം എന്താ ഭയങ്കരമായിട്ട് കൂടിക്കഴിഞ്ഞ് ചൂട് കൂടിക്കഴിഞ്ഞാൽ അത് ഫീവർ എന്ന കണ്ടീഷനിലോട്ട് പോകും. ഇനി അധികമായിട്ട് ചൂട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ശരീരം തണുക്കുന്നതിന് അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ അത് സ്കിന്ന് കൂളാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതെല്ലാം നമുക്ക് ഈ ഒരു അസസ്മെന്റ് ഓഫ് സ്കിന്നിനകത്ത് എഴുതാവുന്നതാണ്. പിന്നെ അതുപോലെ ടെക്സ്ചറിനകത്ത് പറയുമ്പോൾ സോഫ്റ്റ് ആണോ ടൈറ്റ് ആണോ റഫ് ആണോ ഇതെല്ലാം നമുക്ക് സ്കിന്നിനെ കുറിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിന് കുറച്ച് ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെ ആക്സസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സൈഡ് അല്ലെങ്കിൽ കേസ് സ്റ്റഡി ഒക്കെ എഴുതുന്ന സമയത്ത് കുറച്ച് ഡീറ്റെയിൽ വേണം. പക്ഷെ ഇപ്പോൾ പരീക്ഷയുടെ സമയത്ത് അത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും പ്രശ്നമില്ല. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ടാണ് ഹെയർ ആൻഡ് സ്കാൽപ്പ്. നോർമൽ സ്കിൻ നമ്മൾ പറഞ്ഞു. ഇനി ഹെയറും സ്കാൽപ്പും നോക്കുമ്പോൾ എന്താണ്, അതായത് നമ്മുടെ അവിടെ ഹെയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കും, തിക്നെസ് നോക്കും, ടെക്സ്ചർ നോക്കും, ഹെയറിന്റെ ലൂബ്രിക്കേഷൻ, ഡ്രൈ ഹെയർ ആണോ അല്ലെങ്കിൽ പറന്നടിച്ച് കിടക്കുന്ന ഡ്രൈ ഹെയർ ആണോ, ലൂബ്രിക്കേറ്റഡ് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാൻഡ്രഫ് ഉണ്ടോ, സ്കേലിനെസ് ഉണ്ടോ, ഡ്രൈനെസ് ഉണ്ടോ, ഹെഡിൽ ഡാൻഡ്രഫ് സോറിയാസിസ് പോലെ ഡിസീസ് വരാം അത് വല്ലതും ഉണ്ടോ, ഡാൻഡ്രഫ് ഉണ്ടോ, സ്കേലിനെസ് ഉണ്ടോ, ഡ്രൈനെസ് ഓഫ് സ്കാൽപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ഹെയർ ഉണ്ട്, ഏജിങ്ങിന്റെ ഫലമായിട്ട് ഹെയർ ലോസ് എന്തെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഹെയർ ലോവർ ലിംസിലോട്ട് ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഹെയർ ആണോ, അതെല്ലാം നമുക്ക് ഹെയറും സ്കാൽപ്പും അസസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ഡിസീസാണ് ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ഹിർസുട്ടിസം. ഹിർസുട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പുരുഷന്മാരുടെ ഹോർമോൺസ് കാരണമാണ്, പുരുഷന്മാർക്കാണ് നമുക്ക് താടി വളരുന്നത്, താടിയും മീശയും വളരുന്നത് അല്ലെ. അപ്പോൾ ആ ഹോർമോൺസ് സ്ത്രീകളിൽ കൂടിക്കഴിയുമ്പോൾ
ഹോർമോണൽ വ്യത്യാസം കാരണം സ്ത്രീകളുടെ മുഖത്ത് അധികമായിട്ട്, നോർമലി എല്ലാവർക്കും ചെറിയ ചെറിയ മുടികൾ ഉണ്ടാകും, അതല്ലാതെ അധികമായിട്ട് പുരുഷന്മാർക്ക് വളരുന്നത് പോലെ താടിയും മീശയും വളരുന്നതിനാണ് ഹിർസുട്ടിസം എന്ന് പറയുന്നത്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക, ഹിർസുട്ടിസം. ഓക്കെ, ഇനി നെയിൽ അസസ്മെന്റ്. നെയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് ആണ്. പല അസുഖങ്ങളും നമുക്ക് നെയിലിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ അനീമിയ ഉള്ള പേഷ്യൻസിന് നമുക്ക് നെയിലിൽ നിന്ന് പലതും, നെയിലിന്റെ ആംഗിളിൽ വ്യത്യാസം വരുമ്പോഴേ, നെയിൽ ബെഡിൽ വ്യത്യാസം വരുമ്പോൾ, അല്ല ആർട്ടീരിയൽ മീൻസ് ബ്ലഡ് സർക്കുലേഷനിലുള്ള വ്യത്യാസം വെച്ചിട്ടൊക്കെ നമുക്ക് കളർ ചേഞ്ച് അനുസരിച്ചിട്ടൊക്കെ പല ഡിസീസസ്, ജോണ്ടിസ്, അനീമിയ, അല്ലെ, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, അബ്നോർമൽ നെയിൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം ടെർമിനോളജീസ് ആണ്. അനോനൈക്യ എന്ന് പറയും, എ എന്നുള്ള പറയുമ്പോൾ തന്നെ ഓർക്കുക ആബ്സെന്റ്, കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് നെയിൽ ഇല്ലാത്തൊരവസ്ഥ, അതിന് അനോനൈക്യ എന്ന് പറയുന്നത്. അടുത്തത് നെയില് ഫ്ലാറ്റൻ ആകുന്നതിന് പ്ലാറ്റൂനൈക്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാറ്റനിങ് ഓഫ് നെയിൽ. അടുത്തത് സ്പൂൺ ഷേപ്ഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അനീമിയ, അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ള പേഷ്യൻസിന് സ്പൂൺ ഷേപ്ഡ് ആണ്, അതായത് ഇങ്ങനെ വരുന്ന സ്പൂൺ ഷേപ്ഡ് ആയിട്ടുള്ള നെയിലായിരിക്കും. അതിന് എന്താ പറയുന്നത്? കൊയിലോനൈക്യ എന്നാണ് പറയുന്നത്. ഫാറ്റൻഡ് ആൻഡ് എക്സ്പാൻഡഡ് നെയിൽ വരുന്നത് റാക്കറ്റ് നെയിൽ എന്നാണ് അറിയപ്പെടുന്നത്. ഒനൈക്കോലൈസിസ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ ഓഫ് നെയിൽ ഫ്രം നെയിൽ ബെഡ്, അതിനെയാണ് ഒനൈക്കോലൈസിസ് എന്ന് പറയുന്നത്. അടുത്തത് മെലനോനൈക്യ എന്താണ്? മെലനോനൈക്യ എന്താണ്? പ്രസൻസ് ഓഫ് ബ്രൗൺ കളർ നെയിൽ ഇൻ പ്ലേറ്റ്. മെലനോ എന്ന് പറയുമ്പോൾ മെലാനിൻ പിഗ്മെന്റ് അല്ലെങ്കിൽ ബ്രൗൺ എന്ന് ഓർക്കുക. അടുത്ത് പരോനൈക്യ എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ടിഷ്യൂ സറൗണ്ടിങ് ദ നെയിലിനെ ചുറ്റിപ്പറ്റി കാണപ്പെടുന്ന ടിഷ്യൂസിന്റെ ഇൻഫ്ലമേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? പരോനൈക്യ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ടെർമിനോളജീസ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെർമിനോളജീസ് ആണ്. ജസ്റ്റ് ഓർത്തിരിക്കുക ഏതൊക്കെ ഡിസീസസ്, ഏതൊക്കെ കണ്ടീഷൻ. മെയിൻ ആയിട്ട് സ്പൂൺ ഷേപ്ഡ്, കൊയിലോനൈക്യ, അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ കാണുന്ന ഒരു ഡിസീസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഓർത്തിരിക്കാം. നെക്സ്റ്റ് ക്ലബിംഗ് ഓഫ് ദ ഫിംഗേഴ്സ്, കണ്ടോ ആംഗിളിൽ വരുന്ന വ്യത്യാസം, ക്ലബിംഗ് ഓഫ് ദ ഫിംഗേഴ്സ്. ഇനി അടുത്ത് നമുക്ക് അസസ്മെന്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം നോക്കാം. അതായത് അസസ്മെന്റ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ്? ലങ്സും തൊറാസിക് ക്യാവിറ്റിയും ആണ് അസസ് ചെയ്യുന്നത്. ലങ് ഈസ് എ ടു കോൺ ഷേപ്ഡ് ഇലാസ്റ്റിക് സ്ട്രക്ചർ. നമുക്കറിയാം തൊറാസിക് ക്യാവിറ്റിക്കകത്ത് കാണുന്ന രണ്ട് കോൺ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെയാണ് ലങ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആണ് ആൽവിയോലൈ എന്ന് പറയുന്നത്. ഇതിനെ കവർ ചെയ്യുന്നുണ്ട്, ലങ്സിനെ കവർ ചെയ്യുന്നുണ്ട് പ്ലൂറ മെംബ്രെയിൻ ഉണ്ട്, ഡബിൾ ലെയർ മെംബ്രെയിൻ. ഇതൊക്കെ നമ്മൾ നോർമൽ അനാട്ടമി ഫിസിയോളജിയിൽ പഠിച്ചാണ്. ട്രക്കിയ, ഇത് അറിയാലോ, ട്രക്കിയ എന്താണ്? അത് ബ്രോങ്കെ ആകുന്നു, പ്രൈമറി ബ്രോങ്കെ ആകുന്നു, സെക്കൻഡറി ബ്രോങ്കെ ആകുന്നു, ടെർഷറി ബ്രോങ്കെ ആകുന്നു, 3 ലോബ് റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് 2 ലോബ്, അല്ലെ, കാർഡിയാക് നോച്ച് എന്താണ്? ഇതെല്ലാം നിങ്ങൾക്ക് അതിനകത്തുള്ള മൈക്രോസ്കോപ്പിക് യൂണിറ്റ് ആണ് ആൽവിയോലി. അവിടെയാണ് എന്ത് നടക്കുന്നത്? റെസ്പിറേറ്ററി മെംബ്രെയിൻ ഉള്ളതും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യം, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, കഴിഞ്ഞ സെമസ്റ്റർ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ അസസ് ചെയ്യുമ്പോൾ ചെസ്റ്റിന്റെ ആന്റീരിയർ തൊറാക്സ് എങ്ങനെയാണ്, മിഡ് ക്ലാവിക്കുലർ ലൈൻ എവിടെയാണ്, പൾസ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ, എയർ നല്ലതായിട്ട് ഇൻഹേൽ ചെയ്യുകയും എക്സേൽ ചെയ്യുകയും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഷേപ്സ് ഉണ്ട്, പീജിയൻ ചെസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയുക ബാരൽ ചെസ്റ്റ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ചെസ്റ്റ്, അബ്നോർമൽ ചെസ്റ്റ് ഷേപ്പുകൾ എന്തെങ്കിലും കാണുന്നുണ്ടോ. പിന്നെ നമുക്ക് പേഷ്യൻ്റെ ചുമയോ, പ്രൊഡക്റ്റീവ് കഫാണോ, നോൺ പ്രൊഡക്റ്റീവ് കഫാണോ, സ്പൂട്ടം ഉണ്ടോ, അതിൻ്റെ എമൗണ്ട് എത്രയാണ്, അതിൻ്റെ കളർ എന്താണ്, അടുത്തുപോലെ അലർജി എന്തെങ്കിലും കാണുന്നുണ്ടോ, ഡിസ്നിയ കാണുന്നുണ്ടോ, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് കാണുന്നുണ്ടോ, ചെസ്റ്റ് പെയിൻ കാണുന്നുണ്ടോ, എംഫൈസെമി ഉണ്ടോ, ട്യൂബർക്ലോസിസ് ഉണ്ടോ, സൈനോസിസോ പാലറോ കാണുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽസിന്റെ ഫ്യൂംസിന്റെയും കൊണ്ട് റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ, സ്മോക്ക് ചെയ്യുന്ന ആളാണോ, എത്ര ഫ്രീക്വന്റ് ആയിട്ട് സ്മോക്ക് ചെയ്യുന്ന ആളാണോ, പാസീവ് സ്മോക്കർ ആണോ, ആക്റ്റീവ് സ്മോക്കർ ആണോ, ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ഇൻസ്പെക്ഷൻ, പാൽപേഷൻ, പെർക്കഷൻ, എല്ലാ മെത്തേഡുകളും ഉപയോഗിച്ച് എന്ത് ചെയ്യാം? നമ്മൾ അസസ് ചെയ്യും. ഓക്കെ, അപ്പോൾ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, അവിടെ വരും പ്രധാനമായിട്ടുള്ള നോർമൽ ഷേപ്സ് ഓഫ് thoracic cavity ഉണ്ട്, പീജിയൻ ചെസ്റ്റ് ഉണ്ട്, ഫണൽ ചെസ്റ്റ് ഉണ്ട്, സ്പൈനൽ ഡിഫോമിറ്റി, ലോഡോസിസ്, കൈഫോസിസ്, സ്കോളിയോസിസ് എന്ന് പറഞ്ഞ സ്പൈനൽ ഡിഫോമിറ്റി, സ്പൈനൽ കോഡിന്റെ സ്ട്രക്ചറൽ ഷേപ്സ് ഒക്കെ ഉണ്ട്, അല്ലെ. ഇതെല്ലാം നമ്മൾ ഈ ഒരു സ്റ്റേജസിൽ നമ്മൾ അസസ് ചെയ്യുന്നു. പെർക്കഷൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഓസ്കൾട്ടേഷൻ, ഇതെല്ലാ മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പോകുന്നില്ല. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം
ഇത് കഴിയുമ്പോൾ ഞാനൊരു ഫിസിക്കൽ എക്സാമിനേഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് നമ്മൾ കോഷ്യൻ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിപ്പോൾ നിങ്ങളുടെ എക്സാമിന് വേണ്ടി ഒരു ക്വിക്ക് റെഫറൻസ് മാത്രമാണ്. അതുപോലെ തന്നെ ചെസ്റ്റിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ബ്രെത്ത് സൗണ്ട്സ്. നോർമലി നമുക്ക് കുറേ ബ്രെത്ത്സ് ഉണ്ട്. ട്രക്കിയൽ ബ്രെത്ത്സ് ഉണ്ട്, ബ്രെത്ത് സൗണ്ട് ഉണ്ട്, ബ്രോങ്കിയൽ ബ്രെത്ത് സൗണ്ട്, ട്രക്കിയോ വെസിക്കുലർ സൗണ്ട് ഉണ്ട്, ബ്രോങ്കിയോ വെസിക്കുലർ സൗണ്ട് ഉണ്ട്. ഇതെല്ലാം നോർമൽ സൗണ്ടുകൾ എവിടെയാണ് കേൾക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. നോർമൽ സൗണ്ടുകൾ നോർമൽ ആണോ, അതായത് കറക്റ്റ് ലൊക്കേഷനിൽ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യുകയും വേണം. ഓക്കെ, അടുത്ത് നമുക്ക് അബ്നോർമൽ സൗണ്ടുകൾ, നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് എന്തെങ്കിലും സെക്രീഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നാരോവിങ് കാരണമോ ഒക്കെ നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, അതിന്റെ റീജിയൻ അനുസരിച്ച് ഉണ്ടാകുന്ന അബ്നോർമൽ സൗണ്ടുകൾ, അതിനെയാണ് എന്ത് പറയുന്നത്, അഡ്വന്റീഷ്യസ് ബ്രെത്ത് സൗണ്ട്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ വൈറ്റൽ സയൻസ് പഠിപ്പിച്ചു ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ക്രാക്കിൾസ് അല്ലെങ്കിൽ റെയിൽസ് എന്താണ്, വീസിങ് എന്താണ്, റോങ്കൈ എന്നാണ്. ഇതെല്ലാം നമ്മൾ കോൺവേർഡ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ്. വീസിങ്, റോങ്കൈ, സ്ട്രൈഡർ, പ്ലൂറൽ ഫ്രിക്ഷൻ, റബ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില എന്താണ് അഡ്വന്റീഷ്യസ് ബ്രെത്ത് സൗണ്ട്സ് ആണ്. ഇനി അടുത്ത് വരുന്നത് ഹെഡ് അസസ്മെന്റ് ആൻഡ് ഫേസ് ആൻഡ് നെക്കാണ്. നമുക്കത് നോക്കാം. ഹെഡ് ഞാൻ പറയുന്നത് ഓർത്തിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്നത് പെട്ടെന്ന് ക്വിക്കായിട്ട് പോകും, കാരണം നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു കഴിഞ്ഞാൽ സമയം തികയത്തില്ല. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്വിക്ക് റിവിഷന് വേണ്ടിയിട്ട് ഓരോ ഹെഡിനകത്ത് നമുക്കറിയാലോ നോർമൽ ഷേപ്പ് ആണോ, നോർമൽ സൈസ് ഉണ്ടോ, നോർമൽ കൊണ്ടോർ ആണോ ഹെഡ്, അല്ല ആൻറ്റീരിയർ സൈഡ് സ്കൾ എങ്ങനെയാണ്, പോസ്റ്റീരിയർ പ്രോമിനൻസ് എങ്ങനെയാണ്, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ഇൻഫൻസ് ആണെങ്കിൽ ഹൈഡ്രോസെഫാലസ് എന്തെങ്കിലും ഉണ്ടോ, ഫേഷ്യൽ നോൺസിൽ എന്തെങ്കിലും പ്രോബ്ലം, ഫേഷ്യൽ ബോൺസിൽ എന്തെങ്കിലും അബ്നോർമൽ ഷേപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നൊഡ്യൂൾസോ മാസസോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ ഹെഡിൽ അസസ് ചെയ്യണം. പിന്നെ അസസ്മെന്റ് ഓഫ് ഐ എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണിന്റെ കാഴ്ച ശക്തി നമ്മൾ അസസ് ചെയ്യണം, ആ കണ്ണിന്റെ സ്ട്രക്ചർ നമ്മൾ അസസ് ചെയ്യണം, അതിന്റെ വിഷ്വൽ അക്യൂരിറ്റി നമ്മൾ നോക്കണം, അത് ലൈറ്റിന്റെ റെസ്പോൺസ് നോക്കണം, അക്കോമഡേഷൻ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ, അതിന്റെ മസിൽ അക്കോമഡേഷൻ കറക്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷസ് ഡിസോർഡർ ഉണ്ടോ, അല്ലെങ്കിൽ ജോണ്ടിസ് പോലുള്ള എന്തെങ്കിലും ഡിസീസസ് ഉണ്ടോ, ഇതൊക്കെ നമുക്ക് കണ്ണ് അസസ് ചെയ്യാം. ഓഫ്താൽമോസ്കോപ്പ് ഉപയോഗിച്ചും സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ചൊക്കെ നമുക്ക് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ണ് മനസ്സിലാക്കിയൊക്കെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അതുപോലെ തന്നെ ബ്ലർഡ് വിഷൻ, ഡിപ്ലോപ്പിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബിൾ വിഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഡിപ്ലോപ്പിയ, സ്ട്രാബിസ്മസ്, ഇതുപോലുള്ള എന്തെങ്കിലും പ്രോബ്ലംസ്, ഐ റെഡ്നെസ്, എന്തെങ്കിലും വാട്ടറി ഐസ്, ഇത് എന്തെങ്കിലും കണ്ണിന് പ്രോബ്ലം ആയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് മനസ്സിലാക്കി എഴുതാം ഫിസിക്കൽ അസസ്മെന്റ്. ഇതാണ് സ്നെല്ലൻ ചാർട്ടിന് എക്സാമ്പിൾ. ഇതിൽ കണ്ട് മനസ്സിലാക്കുന്നതനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്കോർ ഇടുന്നത്. എല്ലാം കണ്ട് മനസ്സിലാക്കുന്ന ആൾക്കാരെ നമുക്ക് ഫുൾ നല്ല വിഷൻ ആണെന്ന് പറയാം, കുറച്ച് മനസ്സിലാക്കുന്നവർ ഹാഫ് വിഷൻ, അങ്ങനെ നമുക്ക് സ്നെല്ലൻ ചാർട്ട് ഉപയോഗിച്ച് പേഷ്യന്റെ ബ്ലൈൻഡ്നെസ് നമുക്ക് ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നു. ഇനി ഇയർ അസസ്മെന്റ് ആകുമ്പോൾ എന്താണ്, സർജറി, ട്രോമ, ഫ്രീക്വന്റ് ഇൻഫെക്ഷൻ, ഇയർ പെയിന്, ഡ്രെയിനേജ്, ഹിയറിംഗ് ലോസ്, ടിനിറ്റസ്, വെർട്ടിഗോ, ഓട്ടോടോക്സിക് മെഡിക്കേഷൻസ്, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇയർ അസസ്മെന്റ്, അതായത് ഓട്ടോസ്കോപ്പ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാം മനസ്സിലാക്കുക. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, ഒബ്സ്ട്രക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കുക. പിന്നെ അവിടെ ചെയ്യുന്ന ടെസ്റ്റുകളാണ് വിസ്പർ ടെസ്റ്റ്, വെബർ ടെസ്റ്റ്, റെനിസ് ടെസ്റ്റ്. ഓക്കെ, അതായത് വിസ്പർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹിയറിംഗ് കപ്പാസിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും, വെബർ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, ട്യൂണിംഗ് ഫോർക്ക് വെച്ച് നമ്മൾ ബോൺ കണ്ടക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് വെബർ ടെസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അത് തമ്മിൽ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് റിനീസ് ടെസ്റ്റ്. വിസ്പർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെവിയിൽ എന്തെങ്കിലും ചെറുതായിട്ട് വിസ്പർ ചെയ്യും, അത് പേഷ്യന്റ് കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുന്നു. അടുത്ത് വെബർ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബോൺ കണ്ടക്ഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വെബർ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ റിനീസ് ടെസ്റ്റും, അതായത് സെൻസോ ന്യൂറൽ ഹിയറിംഗ് ലോസും കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്ന റിനീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഓരോന്നും ചെയ്യുന്ന രീതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഇപ്പോൾ. ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ചിലപ്പോൾ റിനീസ് ടെസ്റ്റ് എന്താ അല്ലെങ്കിൽ വെബർ ടെസ്റ്റ് എന്താണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ച് മനസ്സിലാക്കാം. ഇല്ലായെങ്കിൽ നിങ്ങൾ ഈ ഒരു ടെസ്റ്റ് മാത്രം, വെബർ ടെസ്റ്റ് എന്താണ്, റിനീസ് ടെസ്റ്റ് എന്താണ് മാത്രം, അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നൊരു മെസ്സേജ് ഇടുക. ഞാൻ അപ്പോഴത്തേക്ക് അതിൽ വോയിസ് ആയിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. ഓക്കെ, നമുക്കതിൽ ഇവിടെ വായിച്ച് ഒരുപാട് സമയം കളയേണ്ട, നമുക്ക് ഇന്നത് ഫിനിഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർക്കുക, വെബർ ടെസ്റ്റും റിനീസ് ടെസ്റ്റും ഇയർ അസസ്മെന്റിന് സഹായിക്കുന്നതാണ്, ബോൺ കണ്ടക്ഷനും എയർ കണ്ടക്ഷനും സഹായിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തുള്ളതാണ് നോസ്.
അതായത് മണം തിരിച്ചറിയുന്നതിനുള്ള ഓർഗനും എയർ പാസ് ചെയ്യുന്നതിനുള്ള ഓർഗനുമാണ് നോസ്. അപ്പൊ അതിന് രണ്ടിനും എന്തെങ്കിലും പ്രോബ്ലം വരിക, അതായത് മണം തിരിച്ചറിയാൻ പറ്റാതാകുക, അല്ലെങ്കിൽ കൂൾ എയർ ഉള്ളിലോട്ട് പോകാതിരിക്കുക, അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുക, എയർവേ നോസിന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുക, ലീഷൻ എന്തെങ്കിലും ഉണ്ടാകുക, ഗ്രോത്ത് എന്തെങ്കിലും ഉണ്ടാകുക, അതൊക്കെ നമ്മൾ അസസ് ചെയ്യുന്ന ഇതാണ് നോസ്ട്രിൽ അസസ്മെന്റ് അല്ലെങ്കിൽ നോസ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എക്സ്റ്റേണൽ നോസ് അസസ് ചെയ്യുന്നു, പിന്നെ നാസൽ ക്യാവിറ്റിയും ഇന്റേണൽ നോസും ഒക്കെ അസസ് ചെയ്യുന്നു. any unusual things if we found, we have to record. Okay, for that we will use nasal speculum. ഒപ്പം തന്നെ നമുക്ക് സൈനസസ് കൂടെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടോ, സൈനസസിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ, പെയിൻ എന്തെങ്കിലും ഉണ്ടോ, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാനും പറ്റുന്നു. ഓക്കെ, പിന്നെയുള്ളതാണ് മൗത്ത് ആൻഡ് ഫാരിങ്സ്. മൗത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മൗത്തിൽ കളർ നോക്കാം, ടെക്സ്ചർ നോക്കാം, ഹൈഡ്രേഷൻ സ്റ്റാറ്റസ് നോക്കാം, ലീഷൻസ് എന്തെങ്കിലും ഉണ്ടാവും നോക്കാം, ബക്കൽ മ്യൂക്കസിന്റെ കളർ നോക്കാം, അൾസറോ അബ്രേഷനോ ക്രസ്റ്റോ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. ഇതെല്ലാം സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുക. ഫാരിങ്സ് എങ്ങനെ, ടങ് ഡിപ്രസ് ഉപയോഗിച്ച് ഫാരിങ്സ് പിങ്കും സ്മൂത്തുമാണോ, എഡിമ അൾസറേഷൻ പോലുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക. പിന്നെ മസിൽസ് ഓഫ് ദ നെക്ക്, അസസ്മെന്റ് ഓഫ് നെക്ക്, ഇൻസ്പെക്ഷനും പാൽപേഷനും ഓഫ് ദ നെക്ക്, സിറ്റിംഗ് പൊസിഷനിൽ ട്രക്കിയ, തൈറോയ്ഡ് ഗ്ലാൻഡ്, പ്രധാനമായിട്ട് നെക്കിൽ നമ്മൾ നോക്കുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് ആണ് അല്ലെ. അപ്പൊ നമ്മുടെ തൈറോയ്ഡ് മെഗാലി അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കുക. ലിംഫ് നോഡ്, സെർവിക്കൽ വെർട്ടിബ്ര, ഇതെല്ലാം അസസ് ചെയ്യുക, അതെല്ലാം റെക്കോർഡ് ചെയ്യുക. ഓക്കെ, ഇനി ട്രക്കിയ നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ ലിംഫ് നോഡുകളും ലിംഫ് ടിഷ്യൂസും ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും നീര് മീൻസ് സ്വെല്ലിങ്, അഡിനോയിഡ്സ്, സ്പ്ലീന്, തൈമസ്, ടോൺസിൽസ് ഇതുപോലെയുള്ള ഭാഗങ്ങൾ ഓർഗൻസ് ആണ് ഇതിലും പ്രധാനമായിട്ടും ലിംഫാറ്റിക് സിസ്റ്റത്തിൽ ഇൻവോൾവ് ആകുന്നത്. ഇവരെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും അബ്നോർമൽ സിംറ്റംസ് നമ്മൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റെക്കോർഡ് ചെയ്യാം. ഓക്കെ, അടുത്തുള്ളതാണ് അസസ്മെന്റ് ഓഫ് ബ്രസ്റ്റ്. അസസ്മെന്റ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് രണ്ട് സൈഡിന്റെ സിമട്രി, ഗ്രോത്ത്, അബ്നോർമൽ സെക്രീഷൻസ് എന്തെങ്കിലും, അല്ലെങ്കിൽ കുരുക്കൾ പോലെയുള്ള അഗ്നി പോലെയുള്ള ലംസോ ലീഷൻസോ സിസ്റ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുന്നുണ്ടോ, ചൊറിച്ചിൽ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം അസസ് ചെയ്യുന്നതാണ് അസസ്മെന്റ് ഓഫ് ബ്രസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇൻസ്പെക്ട് ചെയ്യും, പാൽപേറ്റ് ചെയ്യും, പിന്നെ മറ്റ് ടെസ്റ്റുകളും ചെയ്തു നോക്കുക. ഇനി അടുത്താണ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഓൾറെഡി കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയായിരിക്കും. എത്ര വാൾവ് ഉണ്ട്, എത്ര ചാമ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം, എങ്ങനെയാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. എന്നാലും നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ ആണോ, കറക്റ്റ് ഹാർട്ടിന്റെ സൈസ് ആണോ, കാർഡിയോ മെഗാലി എന്തെങ്കിലും ഉണ്ടോ, പ്രോപ്പറായിട്ട് ഹാർട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ, എപ്പിക്കൽ പൾസ് എത്രയാണ്, പൾസ് ഡെഫിസിറ്റ് എത്രയാണ്. നോർമലി പൾസ് ഡെഫിസിറ്റ് 0 ആയിരിക്കണം. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് എത്രയാണെന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആരെങ്കിലും 5 2 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ ഇറ്റ് ഇസ് അബ് നോർമൽ. ഓക്കെ, അതെല്ലാം ഒബ്സർവ് ചെയ്യുക, പാൽപേറ്റ് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുക. അബ്നോർമൽ സൗണ്ട് S2 S3 S4 ഉള്ള അബ്നോർമൽ സൗണ്ട്സോ മർമേഴ്സോ ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സ്റ്റെതസ്കോപ്പ് വെച്ച് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാർട്ട് അസസ്മെന്റ് വരുന്നതാണ്. പിന്നെ അബ്ഡോമിനൽ വരുന്നതാണ്. അബ്ഡോമിനൽ റീജിയൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. 9 റീജിയൻസ് ഉണ്ട് അല്ലെ, 9 റീജിയൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 9 റീജിയനും അവിടെ ഓരോ ഭാഗങ്ങളിൽ ഏതൊക്കെ ഓർഗൻസ് വരുന്നു. അപ്പൊ റൈറ്റ് അപ്പർ ക്വാഡ്രന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ ലിവർ അസസ് ചെയ്യുന്നത് ആ ഭാഗത്താണ്. ലിവറിന് എന്തെങ്കിലും സ്വെല്ലിങ്ങോ ബ്ലീഡിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പാൽപേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ റെക്ടം, ഏനസും റെക്ടവും നമ്മൾ അസസ് ചെയ്യുന്നു. എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ, എന്തെങ്കിലും ഇച്ചിങ് ഉണ്ടോ, എന്തെങ്കിലും ഫൗൾ സ്മെല്ലിംഗ് ഉണ്ടോ. അതുപോലെ അതിപ്പോൾ ഏത് പൊസിഷൻ, സ്റ്റാൻഡിങ് പൊസിഷൻ നോക്കാം, അല്ലെങ്കിൽ നീ ചെസ്റ്റ് പൊസിഷനിൽ നോക്കാം, ലിത്തോട്ടമി പൊസിഷൻസ് നോക്കാം, സ്ക്വാട്ടിംഗ് പൊസിഷനിൽ നോക്കാം. സ്ക്വാട്ടിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ബാത്റൂമിൽ പോകുന്ന പൊസിഷൻ. അതുപോലെ തന്നെ സ്റ്റൂളിന്റെ കളർ ചേഞ്ചസ്, സ്റ്റൂളിലുണ്ടാകുന്ന കളർ ചേഞ്ചസ്, ഫാറ്റിന്റെ മാൾ അബ്സോർഷൻ സിൻഡ്രോം ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവിടെ ഫാറ്റിന്റെ കണ്ടന്റ് സ്റ്റൂളിലുണ്ടാകും, ഫൗൾ സ്മെല്ലുള്ളത്, അല്ലെങ്കിൽ ഒക്കൾട്ട് ബ്ലഡ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് സ്റ്റൂൾ എക്സാമിനേഷൻ, റെക്ടൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിലൂടെ സ്റ്റൂൾ എക്സാമിനേഷൻ ഒത്തും കൂടെ നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മസ്കുലോ സ്കെൽറ്റൻ സിസ്റ്റമാണ്. നമ്മുടെ എല്ലാ കൈകാലുകൾ, കൈയും കാലും സ്കെൽറ്റൻ എല്ലാ ബോണുകളുടെയും മൂവ്മെന്റ്സ്, അഡക്ഷൻ, അബ്ഡക്ഷൻ, എക്സ്റ്റൻഷൻ, ഫ്ലക്ഷൻ, ഇന്റേണൽ റൊട്ടേഷൻ, എക്സ്റ്റേണൽ റൊട്ടേഷൻ, സർക്കംഡക്ഷൻ, സുപ്പിനേഷൻ, പ്രൊനേഷൻ,
ഇൻവേർഷൻ, എവേഷൻ, ഇതുപോലുള്ള എല്ലാ മൂവ്മെന്റ്സും ഓരോ ജോയിൻസിലുള്ള മൂവ്മെന്റ്സ് നമ്മൾ അസസ് ചെയ്യുക. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മസിൽസ്, ബോൺസ്, ജോയിൻസ് എല്ലാം അസസ് ചെയ്യുക. മസ്കുലർ സ്കെൽറ്റലിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം, നോർമൽ മൂവ്മെന്റ് എല്ലാം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അടുത്ത ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ന്യൂറോളജിക്കൽ സിസ്റ്റം. ന്യൂറോളജിക്കൽ സിസ്റ്റം വരുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ലെവൽ ഓഫ് കോൺഷ്യസ്നസ് നോക്കുക, ഡിസ്നെസ്, ഫെയിൻറ്റിങ്, ഹെഡ് ഏക്ക്, ന്യൂറോളജിക്കൽ സിംറ്റം, അതാണ് ചുരുക്കി പറഞ്ഞാലുള്ള വാക്ക്. നംനെസ്, ടിംഗ്ലിങ്, പാരാലിസിസ് ഓഫ് ബോഡി, ലോസ് ഓഫ് മെമ്മറി, കൺഫ്യൂഷൻ, വിഷ്വൽ ലോസ്, ഫേഷ്യൽ പെയിൻ, വീക്ക്നെസ്, സ്പീച്ച് പ്രോബ്ലം, സോളോയിങ് പ്രോബ്ലംസ്, നെക്ക് വീക്ക്നെസ്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അസസ് ചെയ്യുക. പ്രധാനമായിട്ട് ഇത് അസസ് ചെയ്യാൻ സഹായിക്കുന്നത് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്നുള്ളൊരു സ്കെയിൽ ഉണ്ട്. നമുക്ക് അതിലൂടെ ഇതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ എന്ന് വെച്ചാൽ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ യൂസ്ഡ് ഇൻ ന്യൂറോളജിക്കൽ അസസ്മെന്റ്. It helps to assess the patient's condition very fastly. Mainly it includes 3 parameters, that is eye opening, verbal response, motor response. Eye opening ആണ് E4 V5 M6 എന്നാണ് പറയുന്നത്. E4 means fully, clearly, spontaneously opening eyes. Okay, verbal V5 എന്ന് പറഞ്ഞാൽ it is fully oriented and talking very nicely. V5. M6 means obeys canons. Whatever we are telling, he is obeying. Then we can give 6 points for M6. Okay, like this. ഇതെല്ലാം നിങ്ങൾ കാണാതെ പഠിക്കുക. സ്പോണ്ടേനിയസ് ഐ ഓപ്പൺ ചെയ്യുക, സംസാരിക്കുമ്പോൾ മാത്രം ഐ ഓപ്പൺ ചെയ്യുക, വേദനയ്ക്ക് മാത്രം ഐ ഓപ്പൺ ചെയ്യുക, തുറക്കുന്നേ ഇല്ല. അങ്ങനെയാണെങ്കിൽ 0 ഇല്ല. അവിടെ മിനിമം സ്കോർ എന്ന് പറയുന്നത് 3ഉം മാക്സിമം സ്കോർ എന്ന് പറയുന്നത് 15ഉം ആണ്. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാനും ചിലപ്പോൾ പറയാം. വെർബൽ റെസ്പോൺസിൽ ഓറിയന്റഡ് ആണോ, കൺഫ്യൂസ്ഡ് ആണോ, ഇൻഅപ്രോപ്രിയേറ്റ് വേർഡ്സ് ആണോ, ഇൻകോംപ്രിഹെൻസിബിൾ വേർഡ്സ് ആണോ എന്നുള്ളത്. അടുത്ത മോട്ടോറും അതുപോലെ തന്നെ ഒബേസ് കമാൻഡ്സ്, ലോക്കലൈസ്ഡ് പെയിൻ, ഫ്ലക്ഷൻ വിഡ്രോവൽ, അബ്നോർമൽ ഫ്ലക്ഷൻ, അബ്നോർമൽ എക്സ്റ്റൻഷൻ, ഫ്ലാസിഡ്, ഇതുമെല്ലാം മോട്ടോർ റെസ്പോൺസിനകത്ത് വരുന്നതാണ്. ചലിക്കുന്നില്ല എങ്കിൽ നമ്മൾ അവിടെ 1 എന്ന് കൊടുക്കുന്നു. 1ഉം കൂടി ചേർന്ന് മിനിമം 3 സ്കോർ വരും, മാക്സിമം 15 സ്കോർ വരെ വരും. ഇതാണ് ഗ്ലാസ്ഗോ കോമ സ്കെയിൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മെയിനായിട്ട് നമ്മൾ അത് തന്നെയാണ് അസസ് ചെയ്യുന്നത്. പിന്നെ വേദനയുടെ അസസ്മെൻറ്റ്, ലൈറ്റിൽ എങ്ങനെയാണ് അസസ് ചെയ്യുന്നത്, ഏത് ലാംഗ്വേജ് ആണ്, പേഴ്സണൽ ഹൈജീനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ലോസ് ഓഫ് മെമ്മറി എന്തെങ്കിലും ഉണ്ടോ, പേഷ്യൻ്റ് മൂഡ് എന്താണ്, ഗ്രൂമിങ് എങ്ങനെയാണ്, ഇതെല്ലാ കാര്യങ്ങളും നമ്മളവിടെ അസസ് ചെയ്യുന്നു. നെക്സ്റ്റ് യൂറിനറി സിസ്റ്റം. നമ്മളവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറേ ടെർമിനോളജീസ്: പോളിയൂറിയ, ഹനൂറിയ, ഡിസ്യൂറിയ, ഹെമറ്റൂറിയ, എന്യൂറസിസ്. Polyuria means frequency of urination increases. Anuria means absence of urination. Dysuria means difficulty or painful urination. Hematuria means presence of blood in urine. Enuresis means എന്ത് ചെയ്യുന്നു, ഇച്ചിരി പ്രായമായതിനു ശേഷവും കുട്ടികൾ ബെഡിൽ മൂത്രമൊഴിക്കുന്നത്, ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന പ്രക്രിയ എന്താണ് പറയുന്നത്, അതിന് പറയുന്നതാണ് എന്യൂറസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെയുള്ള അതായത് യൂറിൻ കൺട്രോൾ, മസിൽ കൺട്രോൾ വന്നിട്ടില്ലാത്ത ആൾക്കാർ. അതുപോലെ കിഡ്നിയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ കിഡ്നി, ക്രിയാറ്റിൻ, ബ്ലഡ് യൂറിയ, നൈട്രജൻ, ഇതിൽ വെച്ച് നമുക്ക് കിഡ്നി നോർമലായിട്ട് അവിടെ ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, എല്ലാ ടെർമിനോളജീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിസ്യൂറിയ, ഹെമറ്റൂറിയ, അർജൻസി, പോളിയൂറിയ, ഒലിയൂറിയ, അനൂറിയ, എന്യൂറസിസ്. ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫിസിക്കൽ അസസ്മെന്റ്. അതായത് നമ്മുടെ ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ മുഖം തുടങ്ങി വൈറ്റൽ സയൻസും ജനറൽ അപ്പിയറൻസും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖം, ഹെഡ്, നെക്ക്, ചെസ്റ്റ്, മസ്കുലോസ്കെൽട്ടൻ ആൻഡ് അബ്ഡോമൻ, ജെനിറ്റൽ പാർട്സ് ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഇതുപോലെയുള്ള ഓരോ സിസ്റ്റംസ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് അതിൽ എന്തൊക്കെ എന്തൊക്കെ നോർമാലിറ്റീസ് നമ്മൾ കാണുന്നു, ഓരോ ഡിസീസിന് കാണുന്നു, അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു ഐഡിയ സിസ്റ്റം വൈസ് എന്തൊക്കെ നോക്കണം എന്നുള്ളത് ഒരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസും സജഷൻസും ഒന്ന് എഴുതുക. കാരണം നിങ്ങൾക്ക് എക്സാം എടുത്തതുകൊണ്ടാണ്. കാരണം ഈ ഒരു പോർഷനിൽ നിന്ന് അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. ചിലപ്പോൾ വന്നാൽ 1 വേർഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മാക്സിമം 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്ത് അസസ്മെന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചതാണ്. എപ്പോഴും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുള്ളത്. പിന്നെ ഗ്ലാസ്ഗോ കോമ സ്കെയിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.